ഫലസ്തീൻ അനുകൂലിക്കുന്നവരുടെ 300-ലധികം വിസകൾ റദ്ദാക്കിയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെ പ്രതിഷേധിച്ചവർ ഭ്രാന്തന്മാരെന്നും ആക്ഷേപിച്ചു. US-ലെ ക്യാമ്പസുകളിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് 300-ലധികം പേരുടെ വിസ റദ്ദാക്കിയതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. കൂടാതെ പ്രതിഷേധിക്കുന്നവരെ ഭ്രാന്തന്മാരെന്നും വിശേഷിപ്പിച്ച റൂബിയോ ഇനി ദിവസവും നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞു. വിസ റദ്ദാക്കൽ ക്യാമ്പയിൻ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട നടപടികൾക്കപ്പുറം വളരെ വിശാലവും കൂടുതൽ ആക്രമണ സ്വഭാവമുള്ളതും ആയ നാടുകടത്തൽ നിർവഹണ തന്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. ഇപ്പോൾ 300-ൽ കൂടുതൽ പേർ ഉണ്ടാകാം. ഞങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യും. ഓരോ തവണയും ഈ ഭ്രാന്തന്മാരിൽ ഒരാളെ കണ്ടെത്തും, റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ നയം നടപ്പാക്കുന്നതിന്റെ ഒരു സമീപകാല ഉദാഹരണമാണ് ടഫ് യൂണിവേഴ്സിറ്റിയിലെ റൂമൈസ ഓസ്തുർക്കിനെ പകൽ വെളിച്ചത്തിൽ മുഖംമൂടി ധരിച്ച് ഏജന്റുമാർ തടഞ്ഞുവെച്ച് അറസ്റ്റ് ചെയ്തത്. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് വഴി US-ൽ ഉപരിപഠനത്തിനെത്തിയ ഓസ്തുർക്ക് ടഫ്സിലെ ചൈൽഡ് സ്റ്റഡി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡോക്ടർ പ്രോഗ്രാമിലെ വിദ്യാർത്ഥിയാണ്. F1 വിസയിലാണ് ഇവർ US-ൽ തങ്ങിയിരുന്നത്. ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഫലസ്തീനികളെ പിന്തുണച്ചതിന് പിന്നാലെയാണ് ഓസ്തുർക്കിന്റെ അറസ്റ്റും വിസ റദ്ദാക്കലും ഉണ്ടായത്. അവർ ഹമാസിനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ആരോപിച്ചു. അക്കാദമിക് സ്വാതന്ത്ര്യത്തിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലും നേരെയുള്ള ഈ നീക്കം വിമർശിക്കപ്പെടുന്നു. ഞങ്ങൾ അവരുടെ വിസ റദ്ദാക്കി. ഒരിക്കൽ നിങ്ങളുടെ വിസ നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ നിയമപരമായി അമേരിക്കയിലില്ല. നിങ്ങളൊരു സന്ദർശകരായി US-ൽ വന്ന് ഒരു കോലാഹലം സൃഷ്ടിച്ചാൽ അത് ഞങ്ങളുടെ രാജ്യത്ത് വേണ്ട. തിരികെ പോയി നിങ്ങളുടെ രാജ്യത്ത് അത് ചെയ്യുക, റൂബിയോ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. ട്രംപ് ഭരണകൂടം ഒരേ സമയം മറ്റ് നിയന്ത്രണ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. ചില അഭയാർത്ഥികൾക്കും അഭയം തേടുന്നവർക്കും ഗ്രീൻലാൻഡ് പ്രോസസ്സിംഗ് താൽക്കാലികമാക്കുക, വളരെ കുറച്ച് മാത്രമുള്ള ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾക്ക് പ്രവേശനം നിഷേധിക്കാൻ വിസ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്.